പാലായിൽ നഗരസഭാ അധ്യക്ഷ ദിയ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെ UDFന് ഭരണം നഷ്ടമായി. എതിരില്ലാത്ത 17 വോട്ടിനാണ് പ്രമേയം പാസായത്. കോൺഗ്രസ് വിമതയായി ജയിച്ച സ്വതന്ത്ര അംഗം മായ രാഹുലും അവിശ്വാസത്തെ പിന്തുണച്ചു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായിരുന്നു ദിയ ബിനു പുളിക്കക്കണ്ടം. വലിയ ആഘോഷം അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ആ ഭരണമാണ് ഇതിപ്പോൾ 6 മാസം പിന്നിടുമ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അതും അവിശ്വാസത്തിലൂടെയാണ് ഭരണം അവസാനിപ്പിച്ചിരിക്കുന്നത്. പാലാ നഗരസഭയിൽ ആകെയുള്ള സീറ്റ് 26. UDFന് 14 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ കോൺഗ്രസിന് 6, കേരള കോൺഗ്രസിന് 3, സ്വതന്ത്ര മുന്നണി 3, KDP 1, സ്വതന്ത്രൻ 1. LDFന് 12 അംഗങ്ങൾ, കേരള കോൺഗ്രസ് എമ്മിന് 10, CPMന് 2. ഇങ്ങനെയായിരുന്നു അവിടുത്തെ സീറ്റ് നില. ഇന്ന് രാവിലെ വരെ ഇതായിരുന്നു സാഹചര്യം. ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് UDF അറിയിച്ചിരുന്നു. എങ്കിലും വിപ്പ് ലംഘിച്ചുകൊണ്ട് 4 കോൺഗ്രസ് കൌൺസിലർമാരാണ് യോഗത്തിനെത്തിയത്. ലിസിക്കുട്ടി മാത്യു, ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ് എന്നിവരാണ് വിപ്പ് ലംഘിച്ചെത്തിയത്. കോൺഗ്രസ് വിമതയായി ജയിച്ച ഉപാധ്യക്ഷ മായ രാഹുലും കൌൺസിലിന് എത്തി. ഇതോടെ അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. 26 അംഗ കൌൺസിലിൽ 14 പേരുടെ പിന്തുണയാണ് അവിശ്വാസം പാസ്സാകാൻ വേണ്ടിയിരുന്നത്. 12 പേരാണ് LDFൽ ഉണ്ടായിരുന്നത്. റിയ ചീരാംകുഴി, സെബാസ്റ്റ്യൻ പനക്കൽ എന്നീ കോൺഗ്രസ് കൌൺസിലർമാർ വന്നിരുന്നില്ല. കേരള കോൺഗ്രസിന്റെ 3 അംഗങ്ങളായ സോണിയ ചിറ്റേട്ട്, ബിജു വരിക്കാനി, സിജി ടോണി എന്നിവരും മാണിസി കാപ്പന്റെ പാർട്ടിയായ KDPയിലെ പ്രിൻസി സണ്ണിയും യോഗത്തിൽ ഹാജരായില്ല. പ്രതിപക്ഷ നേതാവ് ബിനു പാലുപടവൻ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ 17 പേരും അനുകൂലിച്ച് വോട്ട് ചെയ്തു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് DCC പ്രസിഡന്റ് കോൺഗ്രസ് കൌൺസിലർമാർക്ക് വിപ്പ് നൽകിയിരുന്നു. ഇത് ലംഘിച്ചുകൊണ്ടാണ് 4 പേരും എത്തിയത്. എന്നാൽ പിന്നീട് വിപ്പ് കിട്ടിയിട്ടില്ല എന്നതാണ് കോൺഗ്രസ് കൌൺസിലർമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ദയവായി ഞങ്ങൾ വിപ്പുകൾ കയറ്റിട്ടില്ല, പിന്നെ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. സെക്രട്ടറിക്ക് കൊടുത്ത കൃത്യത്തിനകത്ത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ഒരു കത്തും കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വികാരം ഇത് കോൺഗ്രസിന്റെ വികാരമാണ്, പാലാ നഗരസഭയുടെ വികാരമാണ്. പാലായിലെ ഓരോ UDF പ്രവർത്തകർ ചോരയും നീരും ആക്കി സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ അവിടെ പോലും സ്ഥാനാർത്ഥി നിർത്താതെ ഞങ്ങൾ നിർത്തിയപ്പം അവർ ആദ്യമേ എന്താ കാണിച്ചത്? LDF അവിശ്വത്ത് വിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവർ എല്ലാ രീതിയിലും അവിശ്വത്ത് കൂട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകരാണ് UDF പ്രവർത്തകർ. UDFന്റെ ചെയർമാൻ ഒരു കാര്യം പറയാം. അല്ല ഒരാൾ പറയുവാണെങ്കിൽ മറുപടി പറയാം. അല്ല കേരള കോൺഗ്രസ് എം പാർട്ടി ഇതൊന്നും അത് ചിന്തയില്ലല്ലോ. ഇപ്പൊ അവിശ്വാസമാണ് പാസ്സാക്കിയത്. അവിശ്വാസം പാസ്സാക്കിയത് UDF പാലാ നിയന്ത്രണത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അവിശ്വാസം മണ്ഡലം കമ്മിറ്റിയാണ് പ്രമേയം പാസ്സാക്കിയത്. അപ്പം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിലെ പൊതുവികാരം ഐക്യകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പൊതുവികാരം. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന ഖ്യാതിയോടെയാണ് ദിയ ബിനു പുളിക്കക്കണ്ടം അധികാരത്തിലെത്തിയതെങ്കിലും പ്രശ്നങ്ങൾ ആദ്യം മുതൽ തന്നെ തുടങ്ങിയിരുന്നു. ദിയ ബിനുവിനെ പിന്തുണയ്ക്കുന്നതിൽ ഭൂരിഭാഗം കോൺഗ്രസ് കൌൺസിലർമാരും വിയോജിച്ചിരുന്നു. കോൺഗ്രസിലെ സെബാസ്റ്റ്യൻ പനക്കൽ മാത്രമാണ് ആദ്യം മുതൽ നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പം നിന്നത്. KPCC ജനറൽ സെക്രട്ടറിമാരായ ടോമി കലാനി, ഫിലിപ്പ് ജോസഫ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA, വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കൌൺസിലർമാരുമായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് വിപ്പ് ലംഘിച്ചുൾപ്പെടെ കോൺഗ്രസ് കൌൺസിലർമാർ ഇന്ന് അവിശ്വാസത്തിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. ജനാധിപത്യ വിധിയെ അംഗീകരിക്കുന്നുവെന്നായിരുന്നു ദിയ പുളിക്കക്കണ്ടത്തിന്റെ ആദ്യ പ്രതികരണം. വിപ്പ് ലംഘിച്ചാണ് ചില കൌൺസിലർമാർ പോയത്. UDF നേതൃത്വമാണ് ചെയർപേഴ്സൺ സ്ഥാനം നൽകിയത്. 6 മാസം അഴിമതിയോ സ്വജനപക്ഷപാതമോ നടത്തിയിട്ടില്ല. അഭിമാനത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് ദിയ പറയുന്നു. കൌൺസിലറായി തുടരും, പഠനവുമായി മുന്നോട്ടു പോകുമെന്നും ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ദിയ. ഒപ്പം കോൺഗ്രസിന്റെ വിപ്പ് അനുസരിച്ച് വിട്ടുനിന്ന കോൺഗ്രസ് കൌൺസിലർമാർ ഉൾപ്പെടെ ദിയയ്ക്കൊപ്പം ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിയിട്ടില്ലെന്ന മനസമാധാനത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് ദിയ ബിനു പുളിക്കക്കണ്ടം മാധ്യമങ്ങളോട് പറഞ്ഞു. അധ്യക്ഷ എന്ന നിലയിൽ തുടങ്ങിവെച്ച പല പദ്ധതികളും പൂർത്തിയാക്കാനായില്ല എന്ന നിരാശയുണ്ട്. 5 വർഷത്തേക്ക് കൌൺസിലറാണല്ലോ, അതുകൊണ്ട് ജനങ്ങളോടുള്ള പ്രതിബദ്ധത അത് നിറവേറ്റും എന്നതാണ് ദിയ പറഞ്ഞത്. തീർച്ചയായിട്ടും അംഗീകരിക്കും. ഇതൊരു ജനാധിപത്യമായിട്ടുള്ളൊരു വിധിയാണ്. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു.
ഇത് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾ UDF-നെയാണ് സപ്പോർട്ട് ചെയ്തത്. UDF പറഞ്ഞതാണ് ഇതുവരെ കേട്ടിട്ടുള്ളൂ, ഇനി അങ്ങനെ കേൾക്കുന്നുള്ളൂ. അപ്പം UDF നേതൃത്വം ഉള്ള അനുസരിച്ചാണ് ഞങ്ങൾ ഇതുവരെ പോയത്. അപ്പം അവരുടെ തീരുമാനം വരുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അങ്ങനെയല്ല വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലേഴ്സ് ഇവരെല്ലാം UDF പറഞ്ഞ് കേട്ടല്ലേ, ഞങ്ങൾ പറഞ്ഞ് കേട്ടല്ലേ, നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് വന്നവരാണ് ഇവരെല്ലാവരും. എനിക്കറിയില്ല, നേതൃത്വം പറഞ്ഞ് അനുസരിക്കാതെ എന്ന് പറഞ്ഞാൽ അത് വിപ്പ് ലംഘിച്ചാണ് കുറച്ച് കൗൺസിലേഴ്സ് പോയത്. അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. ഇല്ല, ഞാൻ പറയില്ല, നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDF-ന്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ചെയർപേഴ്സൺ എന്നതിൽ ഈ 6 മാസം ഒരു രീതിയിലുള്ള അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ കൈക്കൂലിയോ പിൻവാതിൽ നിയമനമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ലോ ആയിട്ട് തെറ്റിച്ചു അങ്ങനത്തെ ഒരു ആരോപണം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഞാൻ വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടെ തന്നെ പറയാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടെന്നുള്ള ഉറപ്പോടെയാണ് ഞാൻ പോകുന്നത്. ബാക്കിയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനിപ്പോൾ മറുപടി നൽകുന്നില്ല. UDF ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം കഴിഞ്ഞ 8 മാസക്കാലമായി ചെയർപേഴ്സണായിട്ടിരുന്നത് സ്വതന്ത്ര കൂട്ടായ്മയുടെ ചെയർപേഴ്സണായിട്ടല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ UDF-ന്റെ ചെയർപേഴ്സണായിട്ടാണ് ഇരുന്നത്. അപ്പോൾ UDF നേതൃത്വം ആണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളോട് ഇന്ന് അവിശ്വാസത്തെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്. UDF നേതൃത്വം വിപ്പ് കൊടുത്തു. അപ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൊണ്ടുവന്ന അവിശ്വാസത്തെ UDF നേരിട്ടു. കോൺഗ്രസിന്റെ വിമതരാണ് ഇതിന് അവിശ്വാസത്തെ അനുകൂലിച്ചു. അല്ല, അതിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞോട്ടെ, ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. കാരണം കോൺഗ്രസിന്റെ വിപ്പ് കൊടുത്ത് അംഗീകരിക്കുന്നവരാണോ അംഗീകരിക്കാത്തവരാണോ വിമതർ? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവല്ലേ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിപ്പ് കൊടുക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നയങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് ആരാണ്? അതിന്റെ നേതൃത്വമാണ്. ആ നേതൃത്വം വിപ്പ് കൊടുത്തു. അപ്പോൾ ആ വിപ്പ് കൊടുക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പാർട്ടി അത് വിപ്പ് കൊടുക്കുമ്പോൾ ചിഹ്നം കൊടുത്ത ആളാണ് വിപ്പ് കൊടുക്കുന്നത്. ചിഹ്നം കൊടുത്തുകൊണ്ടല്ലേ കോൺഗ്രസിന്റെ കൗൺസിലർമാരും അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് എല്ലാ കൗൺസിലർമാരും ആകുന്നത്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെയൊക്കെ ഏറ്റവും ഉന്നതനായ നേതാവ് PJ ജോസഫ് സാറാണ് വിപ്പ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് അതിന് അധികാരപ്പെട്ട ആള് നാട്ടക സുരേഷാണ്, DCC പ്രസിഡന്റാണ്. അദ്ദേഹം ഇന്നലെ നിങ്ങളോട് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞല്ലോ വിപ്പ് കൊടുത്തെന്ന്. അപ്പോൾ താഴേക്കടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എല്ലായിടത്തും ഉണ്ടാകാം. പക്ഷെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ഒഫീഷ്യലായിട്ട് അവരുടെ KPCC പ്രസിഡന്റിനെ ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നു, ആരാധനായ മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശം അനുസരിച്ചാണ് വിപ്പ് നൽകിയതും. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വിമതര്. അപ്പോൾ വിമതരാണ് എതിർത്ത് വോട്ട് ചെയ്തതെന്നാണ് ബിനു പുളിക്കക്കണ്ടം പറയുന്നത്. നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് അവർ. എന്തായാലും DCC പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് വിപ്പ് ലംഘിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നത് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുന്നു എന്നത് കാത്തിരിക്കുകയാണ്. അതേസമയം ഇവിടെ അവിശ്വാസ പ്രമേയം പാസ്സാകുമ്പോൾ വിജയിച്ചിരിക്കുന്നത് ജോസ് കെ മാണിയാണോ? കേവലം രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം മുന്നണി മര്യാദകളും സംസ്ഥാന നേതൃത്വത്തിന്റെ വിപ്പും പൂർണ്ണമായും കാറ്റിൽ പറത്തിയാണ് കോൺഗ്രസ് അംഗങ്ങൾ ഈ ഭരണ അട്ടിമറിക്ക് പിന്തുണ നൽകിയതെന്നത് UDF-ൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സ്വതന്ത്ര കൂട്ടായ്മയുടെ പേരിൽ ഭരണം പിടിച്ചെടുത്ത ബിനു പുളിക്കക്കണ്ടവും കുടുംബവും നഗരസഭയ്ക്കുള്ളിൽ നടപ്പാക്കിയ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് LDF-നെ ഇത്തരമൊരു അവിശ്വാസ പ്രമേയത്തിന് വഴിയൊരുക്കിയത് എന്നതാണ് പറയുന്നത്. മുന്നണി തത്വങ്ങൾ പാലിക്കാതെയും വികസന കാര്യങ്ങളിൽ മറ്റ് കൗൺസിലർമാരെ അവഗണിച്ചും മുന്നോട്ടു പോയ ശൈലിയോട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് തുടക്കം മുതലേ കടുത്ത എതിർപ്പുണ്ടായിരുന്നു. നഗരസഭയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയും കൗൺസിലർമാരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന ഭരണസമിതിയെ താഴെയിറക്കാൻ പ്രതിപക്ഷത്തിന് കോൺഗ്രസ് അംഗങ്ങൾ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചയ്ക്കാണ് പാല സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. UDF-നും പുളിക്കക്കണ്ടം കുടുംബത്തിനും ഇടയിലുണ്ടായ ഈ വിള്ളലിനെ കൃത്യമായി മുതലെടുക്കാൻ പ്രതിപക്ഷമായ LDF-ന് കഴിഞ്ഞു. പാലാ നഗരസഭയിൽ LDF അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം പിടിച്ചെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നതും സന്തോഷിക്കുന്നതും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ആയിരിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷവും മാണി ഗ്രൂപ്പിന്റെയും ജോസ് കെ മാണിയുടെയും പരമ്പരാഗത കോട്ടയായ പാലയിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്ര കൂട്ടായ്മ ഉണ്ടാക്കിയാണ് പുളിക്കക്കണ്ടം കുടുംബം UDF പിന്തുണയോടെ ഭരണം പിടിച്ചത്.
അന്ന് സ്വന്തം തട്ടകത്തിലേറ്റ കനത്ത പ്രഹരത്തിന് പ്രതികാരം ചെയ്യാൻ കാത്തിരുന്ന ജോസ് കെ മാണിക്ക് അതേ പുളിക്കക്കണ്ടം കുടുംബത്തെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയമായി വലിയൊരു മേൽക്കൈ നൽകുന്നതാണ്. എന്തായാലും അവിശ്വാസ പ്രമേയം പാസ്സായതോടെ പുതിയ അധ്യക്ഷയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് ഇനി നഗരസഭ കടക്കും. എന്നാൽ വിപ്പ് ലംഘിച്ച കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നടപടിയുണ്ടായാൽ നഗരസഭയിൽ വീണ്ടും അംഗബലത്തിന്റെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കും. പുതുതായി കേവല ഭൂരിപക്ഷം തെളിയിച്ച് സുസ്ഥിരമായ ഒരു ഭരണം കാഴ്ചവെക്കുക എന്നത് LDFനും UDFനും ഒരുപോലെ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമുണ്ടാകും. ഭരണത്തിനായുള്ള രാഷ്ട്രീയക്കാരുടെ ഈ അംഗം നഗരസഭയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ, ഇവരെയൊക്കെ ജയിപ്പിച്ചയച്ച ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ തിരിച്ചടിയാകുന്നത്. എന്തായാലും എന്താകും പാലയുടെ ഭാവി എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന അവസ്ഥയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.